ഒരു കാട്ടില് കുഴുമടിയനായ ഒരു തവള ദിവസം മുഴുവൻ വീട്ടിൽ കിടന്ന് സമയം കളയുമായിരുന്നു. ദാഹിച്ചാൽ വായു എടുത്ത് വിഴുങ്ങും, വിശന്നാലോ വഴിയിൽ കാണുന്ന ചെറിയ പ്രാണികളെ നാക്ക് നീട്ടി തിന്നും. ഏത് നേരം റെസ്റ്റ് തന്നെ റെസ്റ്റ്. അതാണ് അവന്റെ ഏറ്റവും വലിയ സന്തോഷവും. ഒരു ദിവസം അയൽവാസിയായ തവള കുടുംബം ബിരിയാണി ഉണ്ടാക്കുന്നത് കണ്ടപ്പോ അവന് ബിരിയാണി കഴിക്കാൻ പൂതി തോന്നി. പക്ഷെ ബിരിയാണി ഉണ്ടാക്കാനും മടി തന്നെ. അവനൊരു പ്ലാൻ ഉണ്ടാക്കി. ഒരു പഴയ തൊപ്പിയും ഷൂസും ഇട്ട് പുറത്തിറങ്ങി അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പരുന്ത് വരുന്നേ, എന്നെ രക്ഷിക്കണേ എന്നും പറഞ്ഞു. ഇത് കേട്ട ഉടനെ പേടിച്ചു പോയ ആ തവള കുടുംബം കുളത്തിലേക്ക് ചാടി. ആ സമയം നോക്കി അവൻ മേശപ്പുറത്തിരുന്ന ബിരിയാണി മുഴുവൻ വയറ്റിലാക്കി. വയറ് നിറഞ്ഞതോടെ ബാലൻസ് തെറ്റി തവള വെള്ളത്തിലേക്ക് വീണെങ്കിലും തിന്നിട്ടാണല്ലോ വീണത് എന്ന സന്തോഷം ഉണ്ടായിരുന്നു. ഇങ്ങനെ തീറ്റ ഉറക്കം ആ 20 കിലോ ഉള്ള തവള 50 കിലോ കൂടി. ഒരു ഇല കമഴ്ത്തി വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലായപ്പോ അവന് വിശപ്പ് സഹിക്കാനാവാതെ ഒരിക്കൽ ഒരു കിളിയുടെ കൂട്ടിൽ കയറി തീറ്റ മോഷ്ടിക്കാൻ നോക്കി. പക്ഷേ തള്ളക്കിളി അവനെ കണ്ടുപിടിച്ച് കൂട്ടിന് ചവിട്ടി പുറത്താക്കി. അവന് നേരെ പോയി വീണത് ഉറുമ്പുകളുടെ വീടിന് മുന്നിലായിരുന്നു. അവിടെയും അവൻ ഓസ്കാർ അഭിനയം നടത്തി കരഞ്ഞ് ഉറുമ്പുകളുടെ സഹതാപം പിടിച്ചു പറ്റിയപ്പോ ഉറുമ്പുകൾ അവനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരുപാട് ഭക്ഷണം കൊടുത്തു. പക്ഷേ തവള ചെയ്തത് ഉറുമ്പുകൾ തണുപ്പ് കാലത്തേക്ക് ശേഖരിച്ചു വെച്ച എല്ലാ ഭക്ഷണവും ഒറ്റയ്ക്ക് തന്നെ എടുത്ത് ചാക്കിലേക്കാക്കി. വയറ് പൊട്ടാനായിട്ടും ആനയെ വരെ തിന്നണമെന്ന ആഗ്രഹമുള്ള തവളയുടെ ജീവിതം ഇനിയും ബാക്കിയായി.